Hello everyone, please welcome to my YouTube channel Palahari's Care. So we were discussing about the Kargil war, and this is the concluding part of the war episodes. So we have seen that there was a ferocious war between India and Pakistan. India was in the down. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മല മുകളിൽ നിന്നുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞാൽ പോലും ഇന്ത്യയെ പുറകേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥിതിയിൽ നിന്നിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. ബട്ട് നമ്മുടെ മൗണ്ടൻ ഡിവിഷനെല്ലാം കൂടെ കയറി വന്ന് വളരെ സാഹസികമായിട്ട് ഒരുപാട് നല്ല നല്ല യോദ്ധാക്കൾ, നല്ല നല്ല കമാൻഡേഴ്സ് മരിച്ചു വീണെങ്കിലും അവരെല്ലാം അവരുടെ രക്തം വെറുതെ ആയില്ല. നമ്മുടെ പരിപൂർണ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. 26 ജൂലൈ 1999 കംപ്ലീറ്റ് എല്ലാവരെയും നമ്മൾ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഏരിയകളും നമ്മൾ സുരക്ഷിതമാക്കി. ഓക്കെ, പക്ഷേ ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ മാർക്കായി നമ്മുടെ സെക്യൂരിറ്റിയിൽ. എങ്ങനെ ഇതിങ്ങനെ സംഭവിച്ചു അല്ലേ? ഏതൊരു വ്യക്തിക്കും ആലോചിച്ചാൽ നമ്മുടെ ഒരു പ്രവിശ്യയിൽ കയറി ശത്രു രാജ്യത്തിലെ പട്ടാളക്കാർ, കലാപകാരികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന വേഷത്തിൽ വന്ന് തമ്പടിച്ച് താമസിക്കാമെന്ന് മാത്രമല്ല, ഒരുപാട് നാൾ കൊണ്ട് താമസിക്കുന്നത് പോലെ ഒരുപാട് നാൾ ഇനിയും താമസിക്കാൻ റെഡിയായ അവർ താമസിക്കുകയാണ്. ഏതായാലും നമ്മൾ ഒരു നല്ലൊരു യുദ്ധം തന്നെ നടത്തിയിട്ട് അവരെ തിരിച്ച് അയച്ചു. ബട്ട് ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനൊരു കാർഗിൽ റിവ്യൂ കമ്മിറ്റി വേണമല്ലോ. അങ്ങനെയാണ് സുബ്രഹ്മണ്യം കമ്മിറ്റി നിയോഗിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദി സുബ്രഹ്മണ്യം കമ്മിറ്റി, ഫോർമലി ദി കാർഗിൽ റിവ്യൂ കമ്മിറ്റി, വാസ് ഫോംഡ് ഇൻ 1999 by the Indian government to investigate the events leading to the Pakistan's aggression in Kargil and recommend security enhancements. എന്തെല്ലാം രീതിയിലാണ് നമുക്ക് കൂടുതൽ പ്രൊആക്റ്റീവായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത്? ഇങ്ങനെ ഒരു സംഭവം അതൊരു ലെസൺ ലേൺഡായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകണ്ടേ? അതിനുള്ള റെക്കമെൻഡേഷനൊക്കെ അവരാണ് ചെയ്യേണ്ടത്. Chaired by defense analyst K. Subramaniam, the committee reviewed intelligence failures, military command, equipment issues, and civil-military relations leading to significant national security restructuring, including the eventual creation of the Chief of Defence Staff (CDS) post, though its implementation faced delays. ഇതിൽ മെമ്പേഴ്സ് ഒബ്വിയസ്ലി ശ്രീ കെ സുബ്രഹ്മണ്യൻ ചെയർമാൻ, ലെഫ്റ്റനൻറ്റ് ജനറൽ റിട്ടയർഡ് കെ ഹസാരി, BG വർഗീസ്, സതീഷ് ചന്ദ്ര മെമ്പർ സെക്രട്ടറി. ഈ ഒരു 4 പേരടങ്ങുന്ന കാർഗിൽ റിവ്യൂ കമ്മിറ്റി ആണ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് വിശകലനം ചെയ്തത്. കീ റെക്കമെൻഡേഷൻ എന്തൊക്കെയായിരുന്നു? അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാലും ആ റിപ്പോർട്ട് പുറത്താകാതെ കുറേ കാലം കിടന്നു. ഏതായാലും മോദി ഗവൺമെൻറ്റാണ് പിന്നെ അതിൻ്റെ പുറത്ത് വിട്ടത്. കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ ഒരു സീക്രസി എന്നുള്ള രീതിയിൽ പുറത്തു വിടാതെയും വെച്ചിട്ടുണ്ട്. സോ അവരുടെ റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. Key recommendations: overall the intelligence apparatus and integration. നമ്മുടെ ഇൻ്റലിജൻസ് ഫെയിലറായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ഇൻ്റലിജൻസ് ഫെയിലർ അല്ലാതെയും കാണുന്നതിന് വേറെ റിയാലിറ്റി വശം വേറെയുണ്ട്. അതായത് ഞാനൊക്കെ കേട്ടറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ അവിടുന്ന് ഇല്ലായിരുന്നു. 28 ഡ്യൂവ് കുറച്ച് മാറി
അവിടുന്ന് പോസ്റ്റൊക്കെ വിട്ടുപോയിട്ട് വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഓൺ റെക്കോർഡിൽ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ പറയുന്നത് ശരിയല്ല. എനിവേ ഇറ്റ് വാസ് എ ഫെയിലിയർ. അത് നിങ്ങളെ വളപ്പിൽ, നിങ്ങളെ തൊടിയിൽ നിങ്ങളെ വീടിനകത്ത് ഒരാൾ വന്ന് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമാണ്. അതിൻ്റെ ആ ഒരു ടെറൈൻ, ആൾ താമസമില്ലാതെ ഇൻഹോസ്പിറ്റബിൾ കണ്ടീഷൻസ് ഓഫ് ദി ഏരിയ, എവറിത്തിങ് ഈസ് ദർ. ബട്ട് സ്റ്റിൽ അവർ കൺട്രി സേഫ് ഗാർഡ് ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പട്ടാളക്കാരുടെയാണ്, അല്ലേ? അതിൽ വീഴ്ച വന്നാൽ അതൊരു വീഴ്ച തന്നെയാണ്. നെക്സ്റ്റ്, റീഓർഗനൈസേഷൻ ഓഫ് ദി ഡിഫൻസ് മിനിസ്ട്രിയെ തന്നെ റീഓർഗനൈസേഷൻ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ നിലവിലുള്ള ആ ഒരു സിറ്റുവേഷൻ, അന്നത്തെ ആ സിറ്റുവേഷൻ കണ്ട്യൂസീവ് അല്ല. ദർ വാസ് നോ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കും, നമ്മളൊരു കമാൻഡർ വിചാരിക്കുന്ന ഇത് പറയണം മുകളിൽ, ഇത് പറഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ പങ്കാവോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളുകളുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. അന്നൊക്കെ ഈ റെഡ് ടാപ്പിസം ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് നമുക്ക് ഒന്നും അങ്ങനെ വിശ്വസിച്ച് പറയാൻ പറ്റത്തില്ല. 2 or 3 പ്രാവശ്യം വിശകലനം ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് റിപ്പോർട്ട് അയക്കുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതിലേക്കൊരു മോർ ഇൻ്റഗ്രേറ്റഡ് reorganization was needed. Establishment of a post, Chief of Defence Staff for jointness. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഇത് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ CDS എന്നുള്ളൊരു പോസ്റ്റ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് ആർമി, എയർഫോഴ്സ്, നേവി, ഇതിന് 3 കൂടി ഒരു ബോസ് എന്നുള്ള ഒരു രീതിയിലാണ്. സാധാരണ നമ്മൾ പറയും സർവ്വസൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ പ്രസിഡൻ്റാണ്, എല്ലാ സേനയും പ്രസിഡൻറ്റിൻ്റെ അണ്ടറിലാന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും ഒരു പ്രാക്ടിക്കൽ സംഭവമല്ല. ആണോ? അല്ല. ബിക്കോസ് രാഷ്ട്രപതി അല്ല ആഫ്റ്റർ ഓൾ. ഇതൊരു രാഷ്ട്രപതിയുടെ ഒരു ഫോർമൽ അപ്രൂവൽ നിങ്ങൾ ഏത് ഒരു കാര്യത്തിനും വാങ്ങിക്കുന്നെങ്കിൽ തന്നെ ഇറ്റ് ഈസ് ദി കമാൻഡേഴ്സിനോ, അവർ കമാൻഡേഴ്സ്, ദേ ഷുഡ് നോ ഇറ്റ് ഈസ് എൻറ്റയർലി ദെയർ റെസ്പോൺസിബിലിറ്റി ടു സേഫ് ഗാർഡ് ദി കൺട്രി, നാഷൻ. ഓക്കെ. അപ്പോൾ CDSൻ്റെ റെക്കമെൻഡേഷനൊക്കെ 1999 തന്നെ അല്ലെങ്കിൽ 2000 തന്നെ ഈ സുബ്രഹ്മണ്യം കമ്മിറ്റി കൊടുത്തിരുന്നെങ്കിലും അത് രണ്ടാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു തണുത്ത ഫയലിൽ കിടക്കുമായിരുന്നു. അതൊക്കെ പിന്നീട് പൊടി തട്ടിയെടുത്തിട്ട് 2019 ഫസ്റ്റ് CDS ജനറൽ ബിപിൻ റാവത്ത് വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി country's first Chief of Defence Staff, CDS, on 31st December 2019. ഓക്കെ. ബിപിൻ റാവത്ത്, അദ്ദേഹത്തിൻ്റെ വൈഫും സബ്സിക്വൻ്റ്ലി വേറൊരു സദേൺ ഏരിയയിലുള്ള ഒരു എയർ ക്രാഷിൽ ജീവൻ ബലിയർപ്പിച്ചിരിക്കുകയാണ്. അത് വേറൊരു കഥ. ഇപ്പോൾ ഈ റെക്കമെൻഡേഷന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മിനിസ്ട്രിയിൽ ഓവറോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്, മിനിസ്ട്രിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് DMA വന്നു. ജോയിൻറ്റ് സർവീസസ് സ്റ്റഡി ഗ്രൂപ്പ്സ് JSSG എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ജോയിൻറ്റ് ലോജിസ്റ്റിക്സ് നോട്ട്സ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ട്രൈ സീരീസ് ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് വന്നു. അത് ആർമിയും എയർഫോഴ്സും നേവിയും കൂടെ ഉള്ളതാണ്. പിന്നെ ഹോം മിനിസ്ട്രിയിൽ ഒരുപാട് ഇൻപുട്സ് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. മൾട്ടി ഏജൻസിയുടെ ഗ്രൂപ്പുകളുണ്ട്, മീറ്റിങ്ങുകളുണ്ട്. അങ്ങനെ നമ്മൾ വളരെ ഇൻ മോർ ഡീറ്റെയിൽ നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ആരുടെയും കുറ്റമല്ല. Every day we are learning something more important and more vital this thing. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ നെഗ്ലിജൻസ് ഇതിലുണ്ട്, ലതാർജി ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും, അല്ലേ? അതായത് ഞാനൊക്കെ പട്ടാളത്തിൽ പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ BSF ആസ് ഫാർ ആസ് BSF ഈസ് കൺസേൺ BSF ആക്ട് ആൻഡ് റൂൾസ് ഉണ്ട്.
BSF ആക്റ്റിൽ സെക്ഷൻസാണ്. ഓരോ സെക്ഷനിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന ഒഫൻസുകളുടെ കാര്യങ്ങളുണ്ട്. ഈ ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണിഷ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഒഫൻസും, അതായത് നമ്മുടെ ഒരു IPC, ഇപ്പോൾ IPC അല്ല, ഭാരത് ന്യായ വ്യവസ്ഥയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു BNSൻ്റെ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ തന്നെ സംക്ഷിപ്തമായിട്ട് BSF ആക്ട് ആൻഡ് റൂൾസ്, അത് ഏതൊരു പട്ടാളത്തിനും അവരുടെ നിയമാവലി ഉണ്ടാവും, മിലിറ്ററിക്കാണെങ്കിൽ ഉണ്ടാവും. അത് പ്രകാരമാണ് ഈ കോർട്ട് മാർഷൽ, നമ്മുടെ SSFC, GSFC ട്രയൽസ്, PSFC ട്രയൽസൊക്കെ നടക്കുന്നത്. ദർ ആർ ലോട്ട് ഓഫ് ദിസ് തിങ്. നമ്മൾ സമ്മറി ട്രയൽ നടത്തുന്നുണ്ട്. ഒഫൻസ് റിപ്പോർട്ടിൽ കൊണ്ടുവന്ന് വി ക്യാൻ പണിഷ് എ കോൺസ്റ്റബിളിനോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടിരിക്കുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിത് ഒരുപാട് ഡീൽ ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, കമ്മീഷൻ ഓഫ് ഒഫൻസിന് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒമിഷൻസ്, നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കൽ, ഒമിഷൻസിന് സംവെയർ ഇറ്റ് ഈസ് നെഗ്ലക്റ്റഡ് ഏരിയ, ഒമിഷൻസ്. ആക്ച്വലി ഇവിടെ ഒമിഷൻസാണ് നടന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ഭാഗത്ത് ആളില്ലാത്ത ഒരു പോക്കറ്റ്സിലൂടെ ആയിരിക്കുമല്ലോ 100% അവർ കയറിയത്. അവിടെ ആളുണ്ടെങ്കിൽ അവിടെ കയറത്തില്ല. ആ ടെറൈൻ അങ്ങനെ ആയതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരു ഓവർ കോൺഫിഡൻസിൽ നമ്മളും ഇരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ഇൻ റിയാലിറ്റി അവിടെ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ കയറിയിരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് തുടരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച വേണ്ട എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ബിക്കോസ് നടന്നു, ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഈവൻ ദോ ഐ തിങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധാലുവായിരിക്കേണ്ടതാണ്. അതാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഉണ്ടല്ലോ, പിന്നീട് അത് വലിയ സംഭവങ്ങളാകുമ്പോഴാണ് നമ്മൾ അയ്യോ അങ്ങനെ ആയിരുന്നല്ലേ എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയിരിക്കാം, അല്ലേ? നമ്മൾ ചിലപ്പോൾ നിഷ്കളങ്കമായി തോന്നാവുന്ന ഒരു ആക്റ്റായിരിക്കാം പിന്നീട് വന്നിട്ട് അത് വലിയൊരു പങ്കായിട്ട് മാറുന്നത്. ബംഗ്ലാദേശ് ബോർഡറിൽ, ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലരൊക്കെ അവരുടെയൊക്കെ ആ പുവർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ, ഗരീബി, ദാരിദ്ര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വല്ല പൈസയും കൊടുക്കാൻ തോന്നും. അത്രയും പട്ടിണിയും പരിവാരമായിട്ട് കഴിയുന്ന ബംഗ്ലാദേശിനെയൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ. പലപ്പോഴും നമ്മൾ ഫുഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, മാനുഷിക മൂല്യങ്ങളെയൊക്കെ വരികയാണ്. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്കലി ഹൈലി ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഒക്കെ ദർ വാസ് നോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, പർട്ടിക്കുലർലി ആഫ്റ്റർ ദി പ്രസൻറ്റ് ഗവൺമെൻറ്റ്സ് കൊളാപ്സ്, ഷെയ്ഖ് ഹസീന നമ്മുടെ ഇന്ത്യയിൽ വന്ന് അഭയം തേടിയതിന് ശേഷമൊക്കെ ഉള്ള സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരത്തെ നമ്മളെ ഫ്രണ്ട്ലി കൺട്രി ആയിരുന്ന, ഒരു വളരെ അധികം ഫ്രണ്ട്ലി ആയിരുന്നൊരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. ഓക്കെ, മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ബൈ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ഓക്കെ.